ഹലോ ഡാനി. ഹലോ പ്രൊഫസർ പത്മനാഭൻ. ആ, മിസസ് ഗാന്ധിയുടെ ദാരുണമായ വധത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാത്മാഗാന്ധിയുടെയും നോൺ വയലൻസിന്റെയും പ്രസക്തി ഏറുകയാണ്. അപ്പോ മാഡം ഒരു പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്, എഗെയിൻസ്റ്റ് വയലൻസ്. അതൊന്ന് നോക്കിക്കളയാമെന്ന് കരുതി. പ്രൊഫസർ, one of the most illustrious leaders of modern India. The tragic death of Madam Indira Gandhi came as a jolt to the Indian psyche. Every Indian should be ashamed. Every Indian should own up responsibility to this gruesome act of violence. Violence is anti-nature, just as it is inhuman. For any act of violence done on any human disturbs the harmony. What is this? മാഗി വളരെ സുന്ദരിയാണ്. You get out! I'm sorry. I was overwhelmed. Sorry. Get lost! വരട്ടെ. By mistake? By mistake? Deliberate. Then it's all right. ഒക്ടോബർ 27 കോളേജിലേക്ക് യാത്രയായ റോബർട്ടിന്റെ മനസ്സ് ഓൾറോയിയുടെ മകൾ അന്നയുമായുള്ള പ്രണയത്താൽ അസ്വസ്ഥമായിരുന്നു. റോബർട്ട് പിന്നീട് അന്നയെ വിവാഹം ചെയ്ത് ഓൾറോയിയുടെ ഒത്താശയോടെ ഭാര്യയുമായി നൈജീരിയയിൽ പോയി ധാരാളം പണവും 2 കുട്ടികളെയും ഉണ്ടാക്കി തിരികെ വന്നു. നഗരത്തിലെ അഭിജാതമായ ഒരിടത്ത് ഒരു വലിയ വീട് വയ്ക്കുകയും അന്ന, മാഗി, ഡാനി, കുട്ടികൾ എന്നിവർക്കൊപ്പം അവിടെ താമസമാക്കുകയും ചെയ്തു. Bye, Papa. Bye. ബൈ. ഈ കാലത്തിനിടയിൽ സോവിയറ്റ് യൂണിയൻ തകരുകയും മാർഗരറ്റ് റിട്ടയർ ആവുകയും ബാബറി മസ്ജിദ് പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. മുടി കൂടുതൽ കൊഴിയുകയും നരയ്ക്കുകയും ചെയ്തതൊഴിച്ചാൽ ഡാനിക്ക് ഈ വർഷങ്ങൾ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. അന്നയുടെ വരവ് പക്ഷേ ഡാനിയുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി. I hate him. Useless fellow. എന്ത് ചെയ്യാൻ അന്ന? എന്റെ പപ്പയായി പോയില്ലേ? നിങ്ങൾക്ക് സഹിച്ചേ പറ്റൂ. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാതല്ല എന്റെ അപ്പൻ ഇത്രയും പണം മുടക്കി എനിക്ക് ഈ വീട് വെച്ച് തന്നത്. സമാധാനമായിട്ട് ജീവിക്കാനാ. അയാളുടെ മുഖം കണ്ടാൽ തന്നെ എന്റെ മനസമാധാനം പോവും. പപ്പ, ഗ്രാൻഡ്പായ്ക്ക് 50 രൂപ വേണമെന്ന് പറഞ്ഞു. പപ്പ ഇപ്പൊ കുടിക്കാൻ പോകണ്ട. വെറും 2 പെഗല്ലേടാപ്പാ.
അന്നയ്ക്ക് ആരും കുടിക്കുന്ന ഇഷ്ടമല്ല. മമ്മി വല്ലപ്പോഴും കഴിക്കുന്നതോടെ ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ദൈവഭയമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. എന്റെ അപ്പൻ എന്നെ വളർത്തിയതും അങ്ങനെയാ. ഈ വീട്ടിൽ ആരും കള്ളു കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കള്ളു കുടിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. അയ്യോ, തുടങ്ങി. ഈ മാരണ ഇനി എപ്പോ അവസാനിക്കാവോ? വായിച്ചോട്ടെ അന്ന, എനിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. എന്തെങ്കിലും ഒരു പാസ് ടൈം ആയിക്കോട്ടെ. മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല അങ്ങനെയുള്ള പാസ്റ്റേ. എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ. നിങ്ങൾ എന്ന് പറ, ഒന്ന് നിർത്താൻ പറ. എന്നെ കൊണ്ട് വയ്യ, വേണമെങ്കിൽ നീ എന്ന് പറ. Stop it. എന്താ എന്താ ഏ? അന്ന ഇങ്ങനെ അലറുണ്ടായിരുന്നു. അലറും. എന്റെ മനസമാധാനം നശിപ്പിച്ചാൽ ഞാൻ അലറ് തന്നെ ചെയ്യും. മമ്മിക്ക് എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടെങ്കിൽ അങ്ങനെ പോയി ഉപദേശിക്കേ.